ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. നല്ല ഫേമസ് ആയിട്ടുള്ള ദിണ്ടുക്കൽ തലപ്പാക്കട്ടി നാടൻ കോഴി ബിരിയാണി എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നാടൻ കോഴിയാണ്, നമ്മൾ 1/2 കിലോനെ എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ റൈസിന് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കഴുകി വെച്ചതിലേക്ക് നമ്മളിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ കല്ലുപ്പാണ്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പോലെ എത്ര ഇറച്ചിക്ക് വേണ്ടത് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ കല്ലുപ്പും കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം വന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം, മീഡിയം സൈസിലേക്കുള്ള 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് റൈസിന് ഇപ്പം തന്നെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതായത് 2 ഗ്ലാസ് വെള്ളം തന്നെ, പിന്നെ നമുക്ക് ചിക്കനിൽ നിന്നും വെള്ളം കിട്ടും. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും പിന്നെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വിസിൽ വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വലിയ കോഴിയുടെയൊക്കെ ആണെങ്കിൽ സമയത്ത് കുറച്ചുകൂടി വിസിൽ വേവിക്കേണ്ടി വരും. അത് നോക്കിയിട്ട് നിങ്ങൾ എക്സ്ട്രാ വേണമെങ്കിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വന്നിട്ട് 1/4 ഭാഗം വേവിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം വേവാനുള്ള ആ ഒരു ലെവലിലേക്കാണ് ഞാൻ വേവിച്ചിരിക്കുക. 4 വിസിൽ വന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് വേവും. അപ്പോൾ നമുക്കിനി റൈസിൻ്റെ കൂടിയിട്ട് വേവിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ 2 കപ്പ് റൈസ്, അതായത് ഒരു 1/2 kg ജീരകശാല അരി എടുത്തിട്ടുണ്ട്. നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാം. നമുക്കിനിയിപ്പോൾ തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ 1/3 കപ്പ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണയും നെയ്യും, അപ്പോൾ രണ്ടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 1/3 കപ്പ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4 ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ. അതായത് നെയ്യ് നമുക്ക് കൂടുതൽ എണ്ണയില്ലാത്ത രീതിക്കും കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അളവിലേക്കുള്ള എണ്ണയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ എണ്ണ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മൊത്തത്തിലൊരു 4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. ഇപ്പോൾ നമ്മൾ ജാതിപ്പൂ ഉണ്ടല്ലോ, അപ്പോൾ അതും 1, പിന്നെ പട്ട, ഗ്രാമ്പൂ, അങ്ങനെ എല്ലാം 4 പീസായിട്ടാണ്. സ്റ്റാർ അനീസ് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 1/2 കിലോ അരിയായി കാരണം നമുക്ക് കൂടുതലൊന്നും വലിയ ഉള്ളി ആവശ്യമില്ല. ഒരു മീഡിയം സൈസിലേക്കുള്ള ഉള്ളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പറഞ്ഞ സമയത്ത് കനം കുറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കനം കുറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 2 വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി വന്നിട്ട് നല്ല ബ്രൗൺ ആകുന്ന രീതിക്ക്, നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന പോലെ തന്നെയാണ്, നല്ല ബ്രൗൺ ആവുന്ന രീതിക്ക് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ടില്ല, കുറച്ച് ഏകദേശം കരിഞ്ഞ് തന്നെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അതും കൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു 3 ടീസ്പൂൺ ഇട്ടതിന് ശേഷം ജാറിലേക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു 3.5 ടീസ്പൂൺ ചെറിയുള്ളി, ഒരുപാട് സ്മൂത്തായിട്ട് അരച്ചിട്ടില്ല, എന്നാലും ഇപ്പോൾ ഞാൻ ഇടുന്നത് കാണുമല്ലോ, അപ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്, ആ ഒരു രീതിക്ക് നമുക്ക് അരച്ചാൽ മതി. അങ്ങനെ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതൊരു 3.5 ടീസ്പൂൺ നമ്മളിട്ടിട്ട്, 3 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സിമ്മിൽ തന്നെ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇനി നമ്മൾ ഒഴിക്കുന്നത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. അതായത് നമ്മൾ തക്കാളിയും കൊത്തമല്ലി തഴ, പുതിന തഴ, അതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്കത് അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിമ്മിൽ തന്നെ വെച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പച്ചമണം പോവുകയും ചെയ്യുന്നത്, നല്ലൊരു മണം കിട്ടുന്നത് നമ്മൾ സിമ്മിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഹൈയിൽ വെച്ച് പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കേണ്ട. അതൊക്കെ അതായത് നമ്മൾ ഈ പേസ്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് പതുക്കെ വെന്ത് ആ ഒരു മുരിഞ്ഞ ഒരു മണം വരുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി അരച്ച അതേ ഒരു ജാറിലേക്ക് തന്നെ കേട്ടോ, അപ്പം അതുകൊണ്ട് ആ ജാറിൽ ചെറിയൊരു ഉള്ളിയുടെ അതൊക്കെ കാണുന്നത്. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലയും അതിൻ്റെ പകുതി അളവിട്ട് നമുക്ക് പുതിനയില ഇട്ട് കൊടുത്തിട്ട് പിന്നെ 3 തക്കാളിയാണ്, ഒരുവിധം പഴുത്ത തക്കാളിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമ്മളത് അടിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി വന്നിട്ട് നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വലുതായിട്ടുള്ള ഉള്ളി പോലും നമുക്ക് അധികം കിടക്കില്ല കേട്ടോ. ചെറുതായിട്ട് ഉള്ളികളൊക്കെ ഒരു 1-2 പീസ് തന്നെ കിടക്കില്ല. ബാക്കിയെല്ലാം അവർ സ്മൂത്തായിട്ട് അങ്ങനെ അടിച്ചിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അതായത് നമുക്കതിൽ വേറെ ഒന്നും കിട്ടില്ല, തക്കാളിയും മല്ലിയിലും അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം വേണം നമുക്ക് പിന്നെ ബാക്കിയുള്ള മസാലപ്പൊടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുളക് പൊടിയും ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരട്ടെ. നമ്മുടെ തൈരുടെ ആ ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മാറി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ 1/2 കിലോ ബിരിയാണിക്ക് നമ്മൾ ഒരു ഹാഫ് ലെമൺ മുഴുവനായിട്ട് പിഴിയുന്നില്ല. ഞാനിപ്പോൾ ഈ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് മാത്രം നമുക്ക് ലെമൺ ജ്യൂസ് മതി. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ മുളക് പൊടി വന്നിട്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട കാരണം ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടി കാരണം ഞാൻ 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ അതുമല്ലാതെ തക്കാളിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് അരയ്ക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുക. മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും എരിവ് വന്നിട്ടുണ്ടാവില്ല. നമ്മൾ ചേർത്ത് അരച്ച കാരണം ആ ഒരു എരിവും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് കാരണമാണ് 2 ടീസ്പൂണാണ് നിർത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മളൊരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമ്മൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടുന്ന ആ ഒരു രീതിക്ക് നമ്മളൊന്ന് വഴറ്റണം. അപ്പോൾ അത് കാരണം നമ്മളൊരു 1/4 ഭാഗം നമ്മൾ ചിക്കൻ വേവിച്ചാൽ മതി കേട്ടോ. 1/4 ഭാഗം അല്ല 3/4 ഭാഗം വേവിച്ചിട്ട് 1/4 ഭാഗം വേവിക്കാത്ത രീതിക്ക് നമ്മൾ എടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ വഴറ്റി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നമ്മുടെ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്നുകൂടി 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല തിളച്ചത് കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് മുകളിലേക്ക് വരണം. ഇപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഗ്രേവിയൊക്കെ വെക്കുന്നത് എങ്ങനെ അതുപോലെ നമുക്ക് ഇത് കാണുന്ന സമയത്ത് ഇതുപോലെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി വെള്ളം ഒഴിക്കുന്നത്. അതായത് നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ അരിയെടുത്തത് അതേ പാത്രത്തിൽ തന്നെയാണ് 1.25 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇറച്ചി വെച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം 1 കപ്പ് ഉണ്ടായിരുന്നു. നമ്മളെടുത്ത അതേ പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. കൂടെ തന്നെ വീണ്ടും ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് അതിൽ കുറച്ച് 1.5 ഉണ്ടായിരുന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ച് മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുന്നത്. സാധാരണ നമ്മൾ ജീരകശാല അരിക്ക് എത്ര വെള്ളം വേണ്ടത് അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇപ്പം ഞാൻ കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഇപ്പം വീണ്ടും 2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരിയല്ല വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അരി നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് അരിച്ച് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരും. നമ്മളിപ്പോൾ അരി ഇട്ട കാരണം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. എന്തായാലും നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു തരി അളവിലേക്ക് നമുക്കൊന്ന് ഉപ്പ് കൂടുതലായി നിൽക്കണം. ആ ഒരു രീതിക്ക് നമുക്ക് നിൽക്കുന്ന രീതിക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവില്ലേ, നമുക്ക് കുറച്ച് ഉപ്പ് കഴിക്കുന്ന പോലെ ആ ഒരു രീതിക്ക് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് റൈസ് വേവുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ നമ്മൾ അടച്ച് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് അടച്ച് വെക്കണം. ഇപ്പം നമുക്ക് ഒന്ന് ഒരുപാട് സ്പീഡായിട്ട് എടുക്കണ്ട, പതുക്കെ അങ്ങനെ ഇളക്കിയാൽ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരിക്കൽ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി അടച്ച് വയ്ക്കാം. വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഒരു അളവിലേക്ക് ആവുന്ന സമയത്താണ് നമ്മളത് ദമ്മിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഴയ ഒരു ദോശക്കല്ല് നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദോശക്കല്ലിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ ഇളക്കി വന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അടിയിൽ വെള്ളമില്ലാത്ത രീതിക്ക് കണ്ടില്ല. അരി മാത്രമായിട്ട് മുകളിലേക്ക് വരുന്നത് നമ്മുടെ മുകളിൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് ഈ ഒരു അളവിലേക്ക് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് വെള്ളമാവുന്ന സമയത്ത് നമുക്കിനി ദമ്മിലേക്ക് ഇടാം. അപ്പോൾ ഇത് കണ്ടല്ലോ ഏകദേശം വെള്ളമൊക്കെ നല്ല ഇപ്പോൾ നമ്മൾ ഹൈയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സിമ്മിലൊന്നും വെച്ചിട്ടില്ല, ഹൈയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ സമയമാവുന്ന സമയത്ത് നമുക്ക് ദമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ദോശക്കല്ല് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ ഏകദേശം വെള്ളമൊക്കെ ഏകദേശം വറ്റാനായിട്ടുണ്ട്. ഞാനിപ്പോൾ പഴയൊരു ദോശക്കല്ല് ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അത് ദമ്മിലിടാനായിട്ടാണ്. അപ്പോൾ ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഇടികല്ലുണ്ടല്ലോ, അപ്പോൾ അതാണിപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടികല്ല് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒരു ഹീറ്റ് ഉള്ളിലേക്ക് നല്ല തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെയിറ്റ് നമ്മൾ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതും കൂടെ വെച്ചിട്ട് നമ്മൾ സിമ്മിലേക്ക് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ഓൾറെഡി നല്ല ചൂടാക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു
മണിക്കൂർ നമുക്ക് അതുപോലെ തന്നെ സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് റൈസ് വേവിക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണ വേണമെങ്കിൽ, അതായത് എണ്ണ എന്ന് പറയുന്ന സമയത്ത് നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് മിക്സായി, അതുപോലെ നമ്മുടെ റൈസ് ഒന്നും ഉടയാത്ത രീതിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്തോരും ചെയ്തിട്ടുണ്ട്. മസാലകളും ഉപ്പും എല്ലാം അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറയുന്ന എല്ലാ അളവുകളും കറക്റ്റായിട്ടുള്ള ഒരു അളവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഒറ്റ കുഴപ്പമില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ്, ഒരുപാടും എണ്ണ ഇല്ലാത്ത രീതിക്ക് നമ്മൾക്ക് കഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു ലെവലിലാണ് നമ്മൾ റെഡിയാക്കി എത്തിക്കുന്നത്. എരിവും മസാലകളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ജവരി കൊണ്ടുള്ള സ്വീറ്റും കൂടെ തന്നെ നമ്മൾ അടിപൊളി സ്പെഷ്യൽ ബിരിയാണിയിൽ നമ്മുടെ നാടൻ കോഴി, നമ്മൾ സാധാരണ മട്ടനും ബ്രോയിലർ കോഴിയൊക്കെ നമ്മൾ കൊണ്ട് ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുപോലെ നാടൻ കോഴിയിൽ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുള്ളൂ. അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ പറയട്ടെ. അത് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ ഈ എടുക്കുന്ന സമയത്തും ഈ സ്മൂത്ത്നെസ് ഇതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തും ആ നാര് പോലെ ഉണ്ടാവുക, അതൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്തായിട്ട് ഈ കാണുന്ന ഈ സ്മൂത്ത്നെസ് പോലെ തന്നെ നമുക്ക് കഴിക്കുന്ന സമയത്തും ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പെർഫെക്റ്റ് ഉള്ള ബിരിയാണി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണാൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.